ഇത് നമ്മൾ സ്വന്തമായിട്ട് കുഴിച്ചിട്ടതാണ്. അതായത് ഈ തെർമോകോളിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതുപോലെ വെണ്ടക്ക, പയറുകളൊന്നും കായ്ക്കാനായിട്ടില്ല. കാരണം സാദാ പയറല്ലത്. ഇത് ഞൊടിയില്ലാതെ നമ്മുടെ നാട്ടിൽ ചണ്ടപ്പയർ എന്ന് പറയും. ആ പയറാണ്. ഇല ഉണ്ടാവും. ഇല നല്ലോണം നുള്ളിയിട്ട് കറിയൊക്കെ വെക്കാം. അത് നല്ല സൂപ്പർ പയറാണ്. പയറിന് നല്ല ഇല ഉണ്ടാവും. പിന്നെ വെണ്ടക്കൊക്കെ ഇങ്ങനെ കായ വരുന്നേ ഉള്ളൂ. ഇടക്കിടക്ക് ഓരോ വെണ്ടയ്ക്ക് ഇതെല്ലാം വെണ്ടയാണ്. ഇത് സാധാ വെണ്ടയല്ല, ഇത് വലിയൊരു വെണ്ടയാണ്. ഈ സൈഡിൽ നല്ലോണം വെള്ളം ലഭിക്കുന്നത് കൊണ്ട് പിന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളിപ്പോൾ പയർ കുഴിച്ചിട്ടിരുന്നു. അത് അറുക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു അവധിയാണ്, ഫ്രൈഡേ അവധിയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടണ കാഴ്ച വരുന്നതേ ഉള്ളൂ. ഓരോന്നുണ്ട്. അപ്പോൾ ഇടക്കും തലക്കും ഇങ്ങനെ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പയർ. മറ്റേ പയർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതങ്ങനെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. ഇത് ഉണങ്ങിയാൽ ഞാൻ ഇതിൻ്റെ വിത്ത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇടില്ല. ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് താനെ അങ്ങ് മുളച്ചോളും. പിന്നെ ഇത് വെണ്ട, ഇതൊക്കെ വെണ്ടയാണ്. ഇതെല്ലാം വെണ്ടയാണ്. ഉണ്ടോ? ഇത് നല്ല കാട് പോലെ വരും. ഇതിൽ 40 ചില്ലാനം കളർ ഉണ്ടായിരുന്നതാണ്. ഓരോ കളർ കാണിച്ചു തരികയാണെങ്കിൽ ചിലത് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഉണ്ടോ? വൈറ്റ്. അതുപോലെ ഞാൻ ഓരോന്നിൻ്റെയും വിത്തുകൾ ഇത് കോർക്കുകയാണ്. ഇത് പിന്നെ നമ്മളെ ചക്ക, പിന്നെ ഇത് ഒരു വൈറ്റായിട്ടുള്ളൊരു മുളകാണ്, വൈറ്റ് കളറ്. അത് നല്ല സാധാ വൈറ്റല്ല. സാധാ വൈറ്റ് തീരെ എരിവ് ഇല്ല. ഇത് കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ട്. അത് അതിൻ്റെ വിത്തുകൾ ഇട്ടതാണ്. അതിങ്ങനെ ആകുമ്പോൾ ഞാനെടുത്ത് പറിച്ച് വീണ്ടും അത് കുഴിച്ചിടും. പിന്നെ കായ്ച്ചത് കാണിച്ചു തരാം. ഇത് നമ്മളെ വലിയ വെണ്ടയാണ്. ഉണ്ടോ? ഇപ്പോൾ കായുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് നമ്മളവിടെ ബംഗാളി ചീര എന്നാ പറയാം. അതുണ്ട്. ഇതൊക്കെ വെണ്ടക്ക ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പൂവും കായും എല്ലാം വരുന്നേ ഉള്ളൂ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഇതിപ്പോൾ ഇതേമായ ഒരു സാധനം വരുന്നുണ്ട്. ഇത് എത്ര പറിച്ചു കളഞ്ഞാലും വീണ്ടും വരും. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് കോവക്കൻ്റെ വള്ളിയാണ്. അതുപോലെ വരുന്ന വേറൊരു വള്ളി പോലെയാണ് ഇത് വരുന്നത്. പിന്നെ അതിനോട്ടിൽ കുരുമുളകുണ്ട്, നമ്മളെ ചെറിയ മുളകുണ്ട്, വേറെ ഒരു ചീര ഉണ്ടല്ലോ, അങ്ങനത്തെ ചീര ഉണ്ട്. പിന്നെ മഞ്ഞൾ കുഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾ ഞാൻ പറിച്ച്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ വെണ്ട കൃഷിയാണ്. വെണ്ട കൂടുതൽ വെണ്ട നല്ല. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല വലിയ ചെടിയാണ്. കായയും ഉണ്ടാവും.
ഇതിപ്പോൾ ഇവിടെ കാണാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികൾ കൂടി ഉണ്ട്. അത് ചെടി മാത്രമല്ല, ചെടിയുണ്ട്, റോസെല്ലാം ഉള്ളത്. പിന്നെ ഇത് മുളകാണ്, ഇത് നമ്മളെ മിറക്കിൾ ഫ്രൂട്ട്സാണ്, ഇത് മുട്ടപ്പഴം എന്ന് പറയും, ഇത് വേപ്പ്, ഇത് വഴുതന. ഇതൊക്കെ മുളകും തൈകൾ ഞാൻ വേറെടുത്ത് കുഴിച്ചിട്ടതാണ്. ഇത് സീനിക, ഈ സീനിക കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പാടായപ്പോൾ കാടായപ്പോൾ അങ്ങനെ വെട്ടിക്കളഞ്ഞതാണ്. ഇതാണ് പിന്നെ വേറെ ഒരു ചീര. ഇത് പിന്നെ നമ്മളെ മുരിങ്ങക്കായ ഉണ്ടാകുന്ന മുരിങ്ങയാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു കുമ്പളങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെട്ടാനും ഒരു ബുദ്ധിമുട്ട്, കാരണം വെട്ടിയാൽ ഒന്നും കൂടിയും തലർത്തി വരും. അതിമക്കൂടി തന്നെ നമ്മൾ ഈ മറ്റേ ഈ സാമ്പാറിലൊക്കെ ഇടാൻ പറ്റും. ഈ മറ്റേ കോവക്ക എന്നറിയുന്ന സാധനം ഇപ്പോൾ രാവിലെ ഒന്ന് അറുത്തതാണ്, അപ്പോൾ കൂടുതലൊന്നും ഉണ്ടാവില്ല. ഈ ചീര നല്ലതാട്ടോ, കഴിക്കാൻ നല്ലതാണ്. പക്ഷേ അത് വേറെ എന്തിനേലൊക്കെ ചേർത്തിട്ടേ, ഇത് മുളകാണ്, ചെറിയ മുളക്. ഇത് ഇഞ്ചി ഞാൻ എന്ത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ നമ്മൾ കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ മുളച്ച് വരും. ഈ മുളച്ച് വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അതിൽ നിന്ന് എടുക്കും, എന്നിട്ട് അത് മണ്ണിൻ്റെ അടിയിൽ വെക്കും. അതങ്ങനെ വലുതായി വരുന്നതാണ്. പിന്നെ ഇത് റോസാപ്പൂവ്, റോസിൻ്റെ വലിയ ശേഖരം തന്നെ അവിടെ ഉണ്ടാകുന്നു. ഞാൻ ഒഴിവാക്കിയതാണ്, കാരണം സ്ഥലം വളരെ പരിമിതിയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവരും കാണുക.